ചൂട് കാരണം സഹിക്കാൻ വയ്യ. ഞങ്ങള് ഫ്രിഡ്ജിൽ പോലും വെള്ളം തണുക്കുന്നില്ലെന്ന് വെച്ചാ എന്താ ചെയ്യാ? വേഗം ഞങ്ങൾക്ക് കുറച്ച് തണുത്ത വെള്ളം തരുമോ കുടിക്കാൻ? ഇന്നാ മോട്ടു എടുത്തോ ഇൻസ്റ്റന്റ് ഐസ് ക്യൂബ് ട്രേ. ഇതിനകത്ത് നല്ല കിടിലൻ ഐസ് എടുത്ത് ചൂടിന്ന് നമുക്ക് രക്ഷ നേടാം. വലിയേട്ടാ, ഇത് അടിച്ചു പൊളിച്ചല്ലോ. വെള്ളം ഒഴിച്ചപ്പോഴത്തേക്കും ഐസ് ക്യൂബ്സ് ഉണ്ടായല്ലോ. ഈ സാധനം ഞങ്ങൾക്ക് ഒന്ന് തരുവോ പ്ലീസ്? എടുത്തോ എന്റെ ചങ്കേ, എന്റെ അടുത്ത് വേറെയും ഉണ്ട്. പക്ഷെ ഓർത്തോ, ഇത് ഫ്രിഡ്ജിനകത്ത് വെക്കാനേ പാടില്ല. താങ്ക് യു ഡോക്ടർ ജഡ്ക. ഞങ്ങൾക്ക് ഇനി ദിവസം മുഴുവനും തണുത്ത വെള്ളം കുടിക്കാലോ. വരൂ നോക്കാം, വെള്ളത്തിന് പകരം ഈ ആസിഡ് ഒഴിച്ചു കഴിഞ്ഞ ഐസ് ക്യൂബ് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഓയ് മോട്ടു, ഇതെന്താണ് ഈ കാണിച്ചത്? ജീവൻ വേണമെങ്കിൽ രക്ഷപ്പെട്ടോ. ഈ കെമിക്കൽ തണുത്തു കഴിഞ്ഞാൽ പിന്നെ പൊട്ടിത്തെറി സംഭവിക്കൂ. എന്റെ രോഗികളാണ് സത്യം. നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടലടാ. സോറി വലിയേട്ടാ, സോറി. എന്റെ മോട്ടു ഒന്ന് കിടന്നുറങ്ങ്. ഐസ് ഡ്രൈ കിട്ടിയപ്പോ തുടങ്ങിയിട്ട് തണുത്ത വെള്ളം മാത്രമേ കുടിക്കുന്നുള്ളൂ. ഇങ്ങനെ പോയാൽ തൊണ്ടയ്ക്ക് പണി കിട്ടും. അല്ല, ഈ വെളുപ്പാങ്കാലത്ത് ഇത് ആരാ വന്നത്? ആരും കാണുന്നില്ലല്ലോ. ഈ ശബ്ദം ഫ്രിഡ്ജിനകത്തുനിന്നാ വരുന്നത്. ഫ്രിഡ്ജിനകത്ത് ആരാണ്? ആരാ ആരാ അകത്ത്? ഇതെന്ത് സാധനമാ? ഇതെന്താ അത്ഭുതമാ? ജീവിച്ചിരിക്കുന്ന ഐസ് ക്യൂബ്സോ? എന്റെ മോട്ടു, നീ എന്തിനാ ഐസ് ക്യൂബ്സ് ഫ്രിഡ്ജിൽ വെച്ചത്? ഡോക്ടർ ജഡ്ക മുന്നറിയിപ്പ് തന്നതല്ലേ? അത് കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. വേഗം പിടിക്കതിനെ, എന്നിട്ട് ഡോക്ടർ ജഡ്കയുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കാം. ഡോക്ടർ ജഡ്ക, വേഗം ഹെൽപ്പ്! എന്ത് പറ്റി ബൊത്തലു? എന്താ ഇങ്ങനെ രാവിലെ വിളിക്കാനുള്ള കാരണം? ആ ട്രേ ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ട് കൂടുതൽ പവർ ചെന്നതാണ്. അങ്ങനെയാണ് ഐസ് ക്യൂബ്സിന് ജീവൻ വെച്ചത്. ഞാൻ ഇപ്പൊ തന്നെ അങ്ങ് എത്തിയേക്കാം. താങ്ക് യു ഡോക്ടർ ജഡ്ക. സോറി, അറിയാതെ ഐസ് ട്രേ ഫ്രിഡ്ജിൽ വെച്ച് പോയി. വെരി സോറി. വേഗം എന്നെ ഇതിൽ നിന്നൊന്ന് രക്ഷിക്കൂ. പൊളിച്ചെടുത്തല്ലോ ഡോക്ടർ ചടുക്ക. ഇവൻ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഈ ഐസ് കെട്ടിയെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഓയ് മോട്ട് എന്റെ ചങ്കാണ്, എന്റെ ബ്രോയാണ്. അവനെ എനിക്ക് അങ്ങനെ ഉപേക്ഷിക്കാൻ കഴിയില്ല. വേഗം വാ, നമുക്ക് പോയ ഐസ് ക്യൂബ്സിനെ പിടിക്കാം. ചേടാ, ഇതെന്തൊരു പാടാ. മാറിപ്പോ, ഓടിപ്പോകാൻ, ഓടാൻ. ഇതെന്ത് സമോസയാണെന്ന്.
രക്ഷിക്കൂ, ആരെങ്കിലും ഒന്ന് വന്നെന്നെ രക്ഷിക്കൂ. അയ്യോ, രക്ഷിക്കൂ, എത്രയും പെട്ടെന്ന് എന്നെ ഇവിടുന്ന് ആരെങ്കിലും ഒന്ന് രക്ഷിക്കൂ, രക്ഷിക്കൂ. എന്റെ കച്ചവടം ഒക്കെ പോയേ. മോട്ടു വേഗം എന്തെങ്കിലും ചെയ്യേ. കണ്ടില്ലേ, ചായക്കാരനെ ഐസാക്കി കളഞ്ഞു. പത്തിലു വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ എന്തെങ്കിലും ചെയ്യ്. ഐഡിയ. ദേ ആ ചീനച്ചട്ടിയിൽ കുറെ സമൂസ കിടപ്പുണ്ട്. ചൂടുള്ള സമൂസ കഴിക്കണമെങ്കിൽ അതിലേക്ക് എടുത്തു ചാടി കഴിച്ചോളൂ. അത് കലക്കി. പത്ത് കഴിക്കാൻ സൂപ്പർ. പണ്ടേ, ഇവന്മാര് പിന്നെയും വന്നോ? വരൂ, ഇവന്മാർക്ക് ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കാം. മമ്മി പൊളിച്ചെടുത്തല്ലോ. എന്റെ ഒരു കാല് കുടുങ്ങിപ്പോയി. ഡോക്ടർ ചട്ക, പ്ലീസ് ഹെൽപ്പ്. ഒന്ന് നിന്ന് അവിടെ നിൽക്കാൻ. പത്തിലു വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? എന്തെങ്കിലും ചെയ്യൂ. ഐഡിയ. ഒന്ന് നിൽക്കേ. വാ വാ, വേഗം വാ. ഓരോന്നിനായിട്ട് ഞാൻ കാണിച്ചു തരാ. ഞങ്ങളെന്തിനാ വരുന്നത്? ധൈര്യമുണ്ട്, നീയൊക്കെ വാ. ഇന്നാ പിടിച്ചോ. ഇനി ഒഴിക്കേ. ഓയ് പത്തിലു, നീ എന്തായി കാണിക്കുന്നേ? അതിന്റെ സൈസ് കൂടിക്കൊണ്ടിരിക്കുക. നീ വെള്ളം ഒഴിക്കുന്നത് നിർത്ത്, മതിയാക്ക്. പൊളിച്ചെടുത്തല്ലോ. രക്ഷിക്കണേ മമ്മി, പൊളിച്ചെടുത്തല്ലോ. ഡോക്ടർ ചട്ക, എന്റെ കാലൊന്ന് ശരിയാക്ക്. ഓയ് ഗസിട്ട് ഹാഫ് ഫ്രൈ എവിടെയാ വീണ് പോയെന്ന് എനിക്കൊരു ഓർമ്മയും കിട്ടുന്നില്ല. Why fear when Chingam is here? The name is Chingam. Inspector Chingam. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. കേട്ടല്ലോ, impossible. Yeah. Yeah. എന്റെ കൈ കുടുങ്ങിയിരിക്കാണ്. ഡോക്ടർ ചട്ക, എന്നെ രക്ഷിക്കണേ. Help! എന്റെ കൈ താഴേക്ക് ഇറക്കാൻ കഴിയുന്നില്ല. വരൂ, മോട്ടു പത്ലുവിനെ ശരിയാക്കാനുള്ള സമയമായി. കുഴപ്പമൊന്നുമില്ല. ഓടിക്കോ വേഗം. അയ്യോ, നമ്മൾ ഇവിടെയാണ് എത്തിപ്പെട്ടത്. ഇവിടെയാവുമ്പോ നമുക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ലല്ലോ. ഇനി അവന്മാരെങ്ങാൻ അകത്ത് വന്നാ നമ്മളേക്ക് ഇവിടെ ഐസാക്കി കളഞ്ഞിട്ട് പോകും. ഇവിടുന്ന് പുറത്തേക്ക് പോയേ മതിയാകൂ. ഐഡിയ. എത്ര നേരം നിങ്ങൾ അകത്തൊളിച്ചിരിക്കും? മര്യാദക്ക് പുറത്തു വാ, അപ്പ കാണിച്ചു തരാം. അവിടുതാണ്ട് ഐസ് ക്യൂബ് ആയിട്ട് വരുന്നു. ജീവനിൽ കൊതി കണ്ട് ഓടിക്കോടാ. എന്റെ അമ്മോ, അവന്മാര് നമ്മളെ കണ്ട് പേടിച്ചോടി. പിടിക്കവരെ. എനിക്ക് തോന്നുന്നത് ഐസ്ലാവിനെ പേടിച്ചോടിയതായിരിക്കുമെന്നാ. ആക്രമിക്കൂ. ഇനി നമ്മുടെ ഊഴമാണ്. കൊടുക്കൊന്ന്. ഏയ്, അവിടെ നിക്ക്. എന്റെ അമ്മോ. ഹോയ് ബല്ലെ ബല്ലെ, ഹോയ് ബല്ലെ ബല്ലെ, ഹോയ് ബല്ലെ ബല്ലെ, ഹോയ് ബല്ലെ ബല്ലെ. എന്റെ അമ്മോ, എന്റെ കൈ ഇതാ ശരിയായി കഴിഞ്ഞു. ആ, എന്റെ കാലിതാ ശരിയായിരിക്കുന്നു.
പക്ഷെ ഒരു കാര്യം കൂടി ശരിയാക്കാൻ ഇനിയും ബാക്കിയുണ്ട്. ഇത് ഭയങ്കര അപകടം പിടിച്ചൊരു സാധനമാ. ഇതൊരിക്കലും നമ്മളുടെ അടുത്ത് വെക്കരുത്. അതെന്തിനാ നീ എറിഞ്ഞു കളഞ്ഞത്? ഞാൻ പറയാൻ മറന്നുപോയി. ഒത്തിരി വെള്ളത്തിൽ വീണാലും അതിന്റെ സൈസ് വലുതായി മാറും. The name is Chingam. Inspector Chingam. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. കേട്ടല്ലോ, എംപോസിബിൾ. ജോൺ ആയിരിക്കും ഡോൺ, ജോൺ തന്നെ ആയിരിക്കും ഡോൺ. ആർക്കാണ് ഇത്ര അഹങ്കാരം? ഞങ്ങളെ പിടിക്കാൻ ആരുണ്ട്? കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ അല്ലെന്ന് പറ്റൂ. കവിതയുടെ കാര്യം വിട്ട് ജീവനും കൊണ്ട് ഓടിക്കൂ. ബോസ് ബോസ്, പൈസ വീണുപോയി. ഓടിക്കൊണ്ടിരി. പൈസ താഴെ പോയി നമുക്ക് പിന്നെ മോഷ്ടിക്കാമല്ലോ. നമ്മൾ വീടാൻ അവർ നേരെ ജയിലിലായിരിക്കും ഇടുന്നത്. Stop in the name of law. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. ഞാൻ നിന്നെ വെറുതെ വിടില്ല. ഓയ് മോട്ടു, എന്റെ ചങ്ക്, എന്റെ ബ്രോ, ഞാൻ ഇപ്പോഴാ അറിഞ്ഞതാ നീ പോസ്റ്റർ ഒട്ടിക്കുന്ന ജോലി തുടങ്ങിയെന്ന്. ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്ന സ്പെഷ്യൽ ഗമ്മ് കണ്ടോ? ഇത് ഒട്ടിച്ചു കഴിഞ്ഞാൽ പോസ്റ്റർ ഒരിക്കലും പറഞ്ഞു പോരില്ല. താങ്ക് യു വലിയേട്ടാ, താങ്ക് യു. മോട്ടു, പോസ്റ്റർ ഒട്ടിക്കുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലേ നീ എന്നെ ഒന്ന് ഫോൺ ചെയ്ത് വിളിച്ചാ മതി. അല്ല, ഇതിന്റെ മൂടി ഭയങ്കര ടൈറ്റ് ആണല്ലോ, തുറക്കാൻ പറ്റുന്നില്ലെന്നേ. പൊളിഞ്ഞെടുത്തല്ലോ മമ്മി. ഡോക്ടർ ചട്ക, നമുക്ക് ഇവിടുന്ന് പോകാം. ഇവിടെ നിൽക്കുന്നത് നമുക്ക് ആപത്താണ്. പത്തനു, ഏണിയൊന്ന് പിടി. ഞാൻ ശ്രമിച്ചോണ്ടിരിക്കുക. നീ എന്താ മുകളിൽ ഗുസ്തി കളിക്കാണോ? ആരാണ് എന്റെ നടുവിൽ? ആരാണ്? എന്താ ഇത്? എന്റെ പുറത്ത് ആരാ ഉള്ളത്? ആ, നിന്റെ പുറകില് നിന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജോൺ ഒട്ടിപ്പിടിച്ചിരിക്കുക. പത്തനു, മമ്മി. പത്തലു, എന്റെ ചങ്ക, എന്റെ ബ്രോ, എന്നെ ഒന്ന് പറിച്ചെടുക്ക്. ഞാനിത് എങ്ങനെയാ ഒട്ടിപ്പോയത്? ആ, ഇതേ ഡോക്ടർ ജഡ്കയുടെ സ്പെഷ്യൽ ഗമ്മിന്റെ ഫലമാ. ഇനി അയാൾക്ക് നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയൂ. ഇനി മോട്ടൂർ എന്നെ ഒരിക്കലും പിടിക്കാൻ കഴിയില്ല. ആണോ? എന്നാ ഇപ്പൊ ഞാൻ നിന്നെ പിടിച്ച് കാണിച്ചു തരാം. ഇനി ഞാൻ ജയിലിൽ പോകുമ്പോ മോട്ടൂർ എന്റെ കൂടെ ജയിലിൽ വരേണ്ടി വരും. ചിങ്കം വരുന്നുണ്ട് എന്നെ പിടിക്കാൻ വേണ്ടി. ജയിലിൽ പോകണ്ടെങ്കിൽ വേഗം ഓടിക്കോ. ഇത് നിന്റെ ആവശ്യം തന്നെയാണ്. മോട്ടു, വേഗം ഡോക്ടർ ജഡ്കയുടെ അടുത്തേക്ക് പോ. ഓയ്, 90. ഇപ്പൊ മൊത്തം 50,000 രൂപ. എന്റെ അമ്മോ,
എത്ര ബുദ്ധിമുട്ടിട്ടാണ് ഞാൻ ഈ ടവർ ഉണ്ടാക്കിയത്. കോൺസ്റ്റബിൾസ്, നഗരം മുഴുവനും പോസ്റ്റർ ഒട്ടിക്കണം. ജോണിനെ പിടിക്കുന്നവർക്ക് 50,000 രൂപ സമ്മാനമായി ലഭിക്കുമെന്ന്. ഡോക്ടർ ജഡ്ക എന്തോ ജോലിയായി പുറത്തേക്ക് പോയിരിക്കാണല്ലോ. പക്ഷെ നിങ്ങൾ ഇതിനെ കുറിച്ച് വിഷമിക്കണ്ട കേട്ടോ. ഒട്ടിരിക്കുന്നത് വേർപ്പെടുത്തുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. അതേ ഗസീട്ടാറാം, നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങളുടെ ഈ അനുഭവം കൊണ്ട് എന്നെ ഈ കള്ളന്റെ അടുത്തുനിന്ന് ഒന്ന് വിടുവിച്ചു തരുവോ? അതെ, വേണ്ട വേണ്ട, ഇങ്ങനെ ഞങ്ങളെ വേർപെടുത്താൻ നോക്കരുത്. മോട്ടു എന്തിനാ നിൽക്കുന്നേ? ഓടിക്കോ, വേഗം ഇവിടുന്ന് സ്ഥലം വിട്. ഞാനെന്തിനാ ജോണെ നീ പറയുന്നതൊക്കെ കേൾക്കുന്നേ? ആജ്ഞാപിക്കരുത്, അപേക്ഷിക്കൂ. പ്ലീസ് ഓടെന്ന് പറ, പ്ലീസ്. പ്ലീസ് ഒന്നും പറയാനുള്ള സമയമില്ല മോട്ടു. ഇത് ജീവൻ രക്ഷിക്കാനുള്ള സമയമാണ്. ഓടിക്കോ. വേഗം പറ, പ്ലീസ് 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 പറ. പ്ലീസ്, നമുക്ക് രക്ഷപ്പെടാം. Thank you. മോട്ടു നിക്ക്, പറയുന്നത് കേക്ക്. അതെ മോട്ടു, ഇത് കണ്ടോ? ഈ ജോണിനെ പിടിക്കുന്നവർക്ക് 50,000 രൂപ പാരിതോഷികം. പൊളിച്ചേ, ഇപ്പൊ ഉറപ്പായി സമ്മാനം എനിക്ക് തന്നെ കിട്ടും. അതെ, ഇതെന്തായി കാണിക്കുന്നേ? ആദ്യം തരാനുള്ള പൈസ ഇങ്ങോട്ട് എടുക്ക്, അല്ലെങ്കിൽ ഞാൻ ശരിയാക്കി തരും. അവരല്ല സംഭവം എന്നെ എന്തിനെങ്ങനെ അടിക്കുന്നത്? അല്ല, ഇതാര്? ജോൺ ദ ഡോൺ. നീ അവന്റെ മുതുകത്ത് കിടന്ന് എന്താ ചെയ്യുന്നേ? വിധി ഞങ്ങളെ അവസാനം ഒന്നിപ്പിച്ചു. 50,000 രൂപ എന്റേതായി കഴിഞ്ഞു. ഇവനെ കൊണ്ടുപോയി ഞാൻ ചിങ്കത്തിനെ ഏൽപ്പിക്കും. വാടോ. ജോൺ എന്റെയാണ്. ജോൺ എന്റെയാ. ജോൺ എന്റെയാണ്. ജോൺ എന്റെയാ. എന്റെയാ. മോട്ടോ, ഒന്ന് വേഗം, നമുക്ക് ബാങ്ക് കൊള്ളയടിക്കാനുള്ളതാ. ജോണെ, ഞാൻ നിന്നെ പോലെ ഒരു പെരും കള്ളനല്ല ബാങ്ക് കൊള്ളയടിക്കാൻ. നമ്പർ 1, നമ്പർ 2, എനിക്ക് ബാങ്ക് കൊള്ളയടിക്കണം. എന്താ ചെയ്യേണ്ടത്? ഞാൻ വരണമെങ്കിൽ നിങ്ങൾ ബോട്ടൂരെ പിടിച്ച് പൊക്ക്. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ. കവിതയ്ക്കുണ്ടായവര് കവിതയുടെ കാര്യം വിട്, എന്നിട്ട് ബോട്ടൂരെ പിടിച്ച് പൊക്കോ നോക്ക്. എല്ലാ പൈസയും മര്യാദക്ക് ഞങ്ങളുടെ കയ്യിലേക്ക് തന്നു. ഇല്ലെങ്കിൽ എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. മോട്ടു ബാങ്ക് മോഷ്ടിക്കാൻ വന്നിരിക്കുന്നു. ഞാനല്ല മോഷ്ടിക്കാൻ വന്നത്. ഞാൻ കള്ളനല്ല. എന്നെ വിട്ടേക്കൂ, എന്നെ തല്ലരുത്. വേണ്ട. രക്ഷിക്കണേ, ആരെങ്കിലും രക്ഷിക്കണേ. ഇതാ മോട്ടു, സമൂസ കഴിച്ചിട്ട് പണി തുടങ്ങിക്കോ. പൊളിച്ചേ.
ഞാൻ സ്വതന്ത്രനായേ. താങ്ക് യു പത്ലു, താങ്ക് യു. The name is ചിങ്കം, ഇൻസ്പെക്ടർ ചിങ്കം. ഇവിടെ എന്തായി സംഭവിക്കുന്നത്? പറയൂ 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 പറയൂ. ഇവിടെ എന്താണ് ഒരു ആൾക്കൂട്ടം? ആ, ഞാനാ പിടിച്ചേ പക്ഷെ ജോൺ എവിടെ പോയി? ഇവിടെ ഒന്നും കാണുന്നില്ല അവനെ. ചിങ്കം സാറ് രക്ഷിക്കൂ. എന്റെ അമ്മോ, ഇത് ജോണിന്റെ ശബ്ദമാണല്ലോ. ഞാൻ അവനെ വെറുതെ വിടില്ല. അവൻ എവിടെ പോയി എന്ന്. അവനല്ലേ മോളിൽ നിന്ന് താഴെ വന്നോണ്ടിരിക്കുന്നത്. പെട്ടെന്ന് മാറിക്കോ. അവനൊരു കൊച്ചുണ്ടാപ്രി കള്ളനല്ലേ. ഭൂമിയിൽ മാത്രമേ നടക്കാൻ കഴിയുള്ളൂ, ആകാശത്തിൽ പറക്കാൻ കഴിയില്ല. സാറേ, നിങ്ങൾ അവിടുന്ന് മാറി നിന്നോ, അല്ലെങ്കിൽ അവൻ നിങ്ങളെ വെറുതെ വിടില്ല. ഒരുപാട് കഷ്ടപ്പെട്ട മോട്ടുവിനെ അവൻ വെറുതെ വിട്ടത്. അവന്റെ പുറകിൽ ഇപ്പോഴും ഗം ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ട്. ആ, എന്ത് പശ, ഏത് പശ? ഈ ചിങ്കം ഒരു പശേനും കണ്ട് പേടിക്കില്ല. ഭാരതമാതാവാണ് സത്യം. അവനോട് വരാൻ പറ. ഇത്തവണ ഞാൻ അവനെ വിടില്ല. എന്റെ അമ്മോ, ഇത് എന്തൊരു കൊല്ലാപ്പാണ്. ആരെങ്കിലും ഇവരൊന്ന് ഇറക്കി വിട്. വേണ്ട, ഞാൻ ഇവനെ വെറുതെ വിടില്ല. ഇന്ത്യ നിയമമാണ് സത്യം. ഏയ്! ചിങ്കം സാറേ, ഫയറിങ് തീർത്ത്. ഐ സറണ്ടർ. ഞാൻ സറണ്ടർ ആയി. സറണ്ടർ ആവണമെങ്കിൽ എന്റെ മുന്നിൽ വന്ന് നിൽക്ക്, അല്ലെങ്കിൽ ഞാൻ ഈ തോക്കുകൊണ്ട് വെടിവെച്ചുകൊണ്ടേ ഇരിക്കും.